ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ അതിനായിട്ട് ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് 500 ഗ്രാം ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് ഒരു വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തെളിച്ച് കളഞ്ഞ് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വെള്ളത്തിൽ തന്നെ ഇട്ട് നമുക്ക് ഈ അരി കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെള്ളം തെളിയിച്ച് കളഞ്ഞാലും ആ ഒരു ഈർപ്പം മാത്രം മതിയാവും നമ്മുടെ ഈ അരി കറക്റ്റ് പരുവത്തിന് കുതിർന്ന് കിട്ടാൻ. ഇവിടെ നമ്മൾ ഈ അരി കഴുകി വെള്ളം തെളിച്ച് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ അരി വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1.5 ലിറ്റർ വെള്ളമാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച ബസുമതി റൈസ് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അരി വെന്ത് പരസ്പരം ഒട്ടിച്ചേർന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത ശേഷം അത് വെള്ളത്തിൽ ചുവയ്ക്കുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ചോറിൽ കറക്റ്റ് ഉപ്പുണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ അരി ഇട്ട് കൊടുത്ത് 3 മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബസുമതി റൈസ് 10 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 90% നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ 10 മിനിറ്റോളമായിട്ടുണ്ട്. ബസുമതി റൈസ് കറക്റ്റ് 90% വെന്ത് കിട്ടി. ഒരു കാര്യം, അരിയുടെ വേവ് മാത്രം നമ്മളെടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക. ഇവിടെ ഈ റൈസ് വേവിച്ചെടുത്ത ശേഷം ഉടനെ തന്നെ അതിലെ ബാക്കിയുണ്ടായിരുന്ന വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് റൈസ് മാത്രമായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. വെളുത്തുള്ളി മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റാം. സവാള ഏകദേശം ഇതുപോലെ വഴണ്ട് ചെറിയ തോതിൽ ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ഒരൽപ്പം നീളത്തിലരിഞ്ഞത്, ഉദ്ദേശം 80 ഗ്രാം ഗ്രീൻ പീസ്. ഇവിടെ നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ വേവിച്ച് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഇതോടൊപ്പം തന്നെ ക്യാബേജ് നീളത്തിലരിഞ്ഞത്, ഇത് ഉദ്ദേശം 2 പിടിയോളം ഉണ്ടാവും. ഒടുവിലായിട്ട് ഇതിലേക്ക് 4 ബീൻസ് ഒരൽപ്പം നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം. കുറച്ച് കൂടുതൽ നേരം നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. തീ ഹൈ ഫ്ലെയിമിലിട്ട് 3 മിനിറ്റ് മാത്രം വഴറ്റുക. അങ്ങനെ ഇവിടെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഏകദേശം ഒന്ന് വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ച ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. വിനാഗിരി നമ്മളിവിടെ ഒഴിവാക്കിയതാണ്. വിനാഗിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ റൈസ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. അതുകൊണ്ട് താല്പര്യമുള്ളവർ അതുകൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് റൈസ് മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിവയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.